Hello, this is Sonu Ben with my little Benny. She is my property. അങ്ങനെ നമ്മുടെ 7th ഡേയും ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിന് ശേഷം നേരെ ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ജിം. ഓക്കേ, ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് എത്തി. അപ്പം ഇവളെൻ്റെ ഒക്കത്ത് കയറിയിട്ടാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആംബ്രോസിയ എന്ന് പറഞ്ഞാൽ ആംബ്രോസിയയുടെ ഒരു ലൈറ്റ് വേർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രീക്ക് യോഗട്ടും മിക്സഡ് ബെറീസും വെച്ചിട്ടൊരു ഒരു ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ലോ കാലറിയാണ്, ലോ ഗ്ലിസമിക് ആണ്, യമ്മിയുമാണ്. ബെനി ബിബിക്കും കഴിച്ചാം, അപ്പിക്കും കഴിച്ചാം, എനിക്കും കഴിച്ചാം. ഓക്കെ, ബെനി ബേബി ഇവിടെ ഇരിക്കുമോ? ബെനി ബേബി ഇവിടെ ഇരിക്കും. ഇപ്പൊ സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് ബെനി ബേബിനെ വെച്ചോണ്ട് തന്നെ ചെയ്യാം. ഗ്രീക്ക് സ്റ്റൈൽ. എത്തുണ്ടോ? ഓക്കെ, ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. മിക്സഡ് ബെറീസ് ഇട്ടു. ബിനി ബേബിനെ താഴെ നിർത്തി അവൾ കരയും. അത് ഇതിങ്ങനെ മിക്സ് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ലൈറ്റ് വേർഷൻ ഓഫ് ആംബ്രോസിയ റെഡി ആയിട്ടുണ്ട്. ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട് പ്ലസ് മിക്സഡ് ബെറീസ്. വെരി യമ്മിയാണ്. കാലറി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ നന്നായിട്ടിത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ സമയവും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് മന്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ മന്തി അതിൻ്റെ റൈസ് ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്നാൽ കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്താൽ അവർക്കും സൈഡാവും, എനിക്ക് എൻ്റെ മെയിനും ആകും എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്. അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ സമയം ആയിട്ടുണ്ട്. ഡിന്നറിനായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവൾ ഭയങ്കര വാശിയാണ്. ഇതൊക്കെ ഒരു വാക്സിൻ ഉണ്ടായിരുന്നു, 15 മന്ത്സിൻ്റെ വാക്സിൻ. അപ്പം അതിന് ശേഷം നിലത്ത് നിൽക്കാൻ സമ്മതിക്കണില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും അതിൻ്റെ പുറകെ നടക്കും. ബെഞ്ചമിനാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആൽമണ്ട് മിൽക്ക് ആപ്പിൾ പ്ലസ് അവോക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവോക്കാഡോ എന്ത് ചെയ്യും? ഇതെന്താണ്? അവോക്കാഡോ ആണോ ഇത്? പിന്നെ ഇതെന്താണ്? ആപ്പിൾ. ഓക്കെ, ഇതെന്താണ്? ആൽമണ്ട് മിൽക്കാണ്. നിങ്ങൾ സാധാരണ മിൽക്ക് എടുത്തോ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്മൂത്തി അടിച്ചാലോ? ഓക്കെ, സ്മൂത്തി അടിച്ചിട്ട് കാണാം. അങ്ങനെ ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയാണ്.
ഇന്നത്തോടു കൂടി നമ്മുടെ 7th ഡേ കംപ്ലീറ്റ് ആവാൻ തോന്നുന്നു അല്ലേ. എനിഹൗ ഞാൻ നാളെ മുതൽ വേറെ GM ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഡയറ്റായിരിക്കും. GM ഡയറ്റ് ഫോളോ ചെയ്യാൻ പോവാണ്. അതായത് GM ഡയറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ സ്റ്റാഫിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഡയറ്റാണ്. അത് ഒരു 7 ഡേ ക്രാഷ് ഡയറ്റാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതെന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഡീമോട്ടിവേറ്റഡ് ആവരുത് എന്ന് പറഞ്ഞാലും 78 kg ആയി വലിയ ഇഞ്ച് ഒന്നും ഇൻക്രീസ് ആയിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് ലൂസായിരുന്ന ഒരു ഡ്രസ്സ് ഞാൻ ഇന്ന് ഇട്ടപ്പോൾ ഭയങ്കര ടൈറ്റ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കി. നമ്മൾ നല്ല ട്രാക്കിൽ പോയിട്ട് അതിന്ന് പിന്നെ വലിയൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. കാര്യം ഹെൽത്ത് ഫോക്കസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ വെയിറ്റൊക്കെ കുറച്ച് ഗെയിൻ ആകുമ്പോഴത്തേക്ക് എത്രയായാലും പെണ്ണുങ്ങളാകുമ്പോഴത്തേക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും. പെണ്ണുങ്ങളല്ല, ആണുങ്ങൾക്ക് ഉണ്ടാവും. ജിമ്മിലൊക്കെ റെഗുലറായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ, നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് കിട്ടാതെ നമ്മുടെ കൺസിസ്റ്റൻസി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ആ ട്രാക്കിൽ നിന്ന് വഴുതി മാറുമ്പോൾ നല്ല സങ്കടം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ക്രാഷ് ഡയറ്റിലേക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ്. 7 ഡേ GM ഡയറ്റ്. നാളെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് സൈനിങ് ഓഫ്.